BPAG 174. ഓക്കെ, BPAG 174 നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതില് നമ്മള് എടുക്കാൻ പോകുന്നത് 11ാമത്തെ യൂണിറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് 4, എ വേ ഫോർവേഡ്. ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 11ഉം 12ഉമാണ് ഇന്ന് എടുക്കുന്നത്. യൂണിറ്റ് 11 റൂൾ ഓഫ് പോളിസി ഇന്നോവേഷൻസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കോ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കോ ഇന്നോവേറ്റീവ് സ്റ്റെപ്സ്, പല വിധത്തിലുള്ള നമ്മുടെ രാജ്യം വികസിക്കണമെന്നെങ്കിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭിവൃദ്ധി വേണമെന്ന് വെച്ചാലോ അനവധി നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് അത്യാവശ്യമാണല്ലോ. അപ്പൊ നമുക്ക് തന്നെ നമ്മള് വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ നോളജ് ആൻഡ് സ്കിൽസ്. നമ്പർ 1. ദ സെയിം വേ നമ്മുടെ ഒരു സ്റ്റേറ്റ് വികസനിക്കുക, റോഡ്, ഇലക്ട്രിസിറ്റി, എവറിത്തിങ്, സ്കൂൾ, എവറിത്തിങ്, അതേമാതിരി നേഷന്റെ കാര്യത്തിലും ആർമി, നേവി, എയർഫോഴ്സ്, സോ മെനി തിങ്സ്, ഇതെല്ലാം വളരെയധികം, അതേമാതിരി ഫോറിൻ പോളിസീസ്, ഇതൊക്കെ സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് എന്നും നിലനിൽക്കുന്ന വിധത്തിലുള്ള, അല്ലാണ്ട് ടെമ്പററി അല്ല. അതിന് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയില്ല. എന്നും നമുക്ക് ഭാവി സുരക്ഷിതമാക്കാനുള്ളതാണ് ഇത്. അപ്പൊ റോൾ ഓഫ്, അപ്പൊ അതിന് വെരി 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 ഗുഡ് പോളിസി ഡിസിഷൻസ് ആർ റിക്വയർഡ്. നമ്മുടെ ഇതിൽ ഏറ്റവും പരമപ്രധാനം എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. സ്റ്റേബിൾ ഗവൺമെന്റ് അറ്റ് ദ സെന്റർ ആസ് വെൽ ആസ് in the state is very very essential to make strong policies. അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതേമാതിരി പാർലമെന്റ്, ഇന്ത്യയിലാണെന്ന് വെച്ചാൽ പാർലമെന്റിൽ നമ്മുടെ രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. രാജ്യസഭ അപ്പർ ഹൗസ് ആണ്, ലോകസഭ ലോവർ ഹൗസ് ആണ്. ലോകസഭയിലെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്, രാജ്യസഭ എൽഡേഴ്സ് ഇതിൻ്റെതാണ്. രണ്ടുപേരും കൂടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കണം, നിയമനിർമ്മാണ ഇതാണ് അവിടെ. അപ്പൊ നമുക്ക് ഗവൺമെന്റ് മെജോറിറ്റി ഉണ്ടായെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു മേക്ക് എനി പോളിസി ഡിസിഷൻ, ഇന്നോവേറ്റീവ് പലതുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ചെറിയൊരു ഉദാഹരണം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് നമ്മൾ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, കയ്യിൽ മഷി വെച്ചിട്ടും, മറ്റേ ഈ ഐഡന്റിറ്റി ഒന്നും ഉണ്ടായത് പ്രോപ്പറായിട്ട് റേഷൻ കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാണല്ലോ നമ്മൾ ചെയ്തിരുന്നത്, അല്ലേ? ശേഷം വന്നതിന് ശേഷമാണല്ലോ ഐഡന്റിറ്റി കാർഡും ഇലക്ഷൻ കാർഡും മറ്റേതൊക്കെ വന്നത്, അല്ലേ? ആദ്യം അതിന് ഭയങ്കര എന്താ പറയണ്ടേ പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ എടുക്കില്ല, ഞങ്ങളുടെ ഫേസ് ക്യാമറയിൽ കാണിക്കില്ല, ഫോട്ടോഗ്രാഫ് എടുക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വളരെയധികം അതിങ്ങനെ ആദ്യം നമ്മുടെ ബീഹാറിലാണ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. കാരണം അവിടെ ഇലക്ഷൻ ഡ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് TN Session was one of the very, very famous and very strict, election commissioner ever India had. മനസ്സിലായില്ലേ? ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് പല ഇന്നോവേറ്റീവ് സ്റ്റെപ്പ്, നമ്മുടെ പഞ്ചിങ്, മറ്റേതിന്റെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുന്നത്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ അത് ഇപ്പൊ നോക്കിക്കോളൂ, പെട്ടെന്ന് നമ്മുടെ ഇലക്ഷന്റെ കൗണ്ടിങ് മിനിറ്റ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറിനുള്ളിൽ ഒരു സ്റ്റേറ്റിന്റെ റിസൾട്ട് നമുക്ക്, അല്ലെങ്കിൽ എങ്ങോട്ടാ ലീഡ് ചെയ്യണേ, ഈ സൈഡാണോ, ആ പാർട്ടിയാണോ, ഈ പാർട്ടിയാണോ, നമുക്ക് പെട്ടെന്ന്. പണ്ട് 2 ദിവസം ഒക്കെ പിടിക്കും ചില സമയത്ത് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. എഗെയിൻ രാത്രി 12 മണി വരെ അങ്ങനെ ചെക്ക് ചെയ്യണ്ടേ. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. ഇന്ന് അങ്ങനെയല്ല. അപ്പൊ നോക്കൂ, നല്ല പോളിസി ഡിസിഷൻ, സ്ട്രോങ് പോളിസി ഡിസിഷൻ വിച്ച് വിൽ ഹെൽപ്പ് ദ പീപ്പിൾ. അപ്പൊ അതിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല ഗവൺമെന്റും നല്ല അതിന്റെ മെജോറിറ്റിയും അത്യാവശ്യമാണ്. ഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അതെല്ലാം ഉണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. മനസ്സിലായില്ലേ? നല്ല പോളിസി, കാരണം വെൽഫെയർ ഓറിയന്റഡ് പോളിസീസ് ആണ് നമ്മുടെ ഇത്. ഇപ്പൊ നോക്കുള്ളൂ, നമ്മുടെ ആധാർ കാർഡ്, അതിലെ നോക്കൂ, ഒറ്റ നമ്പറിലെ ത്രൂ ഔട്ട് ഇന്ത്യയിലെ ഇൻകം ടാക്സിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ഒരു പാൻ ഉണ്ട്. ആ പാൻ അടിച്ചാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ വേറൊരാളില്ല. ആ പാൻ കാർഡാണ് നമ്മുടെ ഐഡന്റിറ്റി. ഉദാഹരണം, ഇപ്പൊ ഐ ആം ടേക്കിംഗ് ക്ലാസ്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ എൻ്റെ ഐഡന്റിറ്റി, അതായത് പാൻ കാർഡ് അടിച്ചിട്ടാണ് പാസ്വേഡ്. പാൻ കാർഡ് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾക്കേ ഉള്ളൂ ആ പാൻ കാർഡ്, ഒരു നമ്പറിൽ ഒരാളേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് നമ്മുടെ ഇപ്പോൾ ത്രൂ ഔട്ട് ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി, ഇതേമാതിരിയുള്ള പല കാര്യങ്ങളും നല്ല നമുക്ക് പെട്ടെന്ന് വിരൽ തുമ്പില്
എല്ലാ കാര്യങ്ങളും എവിടെ പേപ്പർ കിടക്കണം, എന്തായി പൊസിഷൻ എന്നൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ചിലർക്ക് പെൻഷൻ കിട്ടിയില്ല, ആരൊക്കെയാണത്? ഉടനടി ഇതാ. ഇപ്പൊ ഞാൻ ഉദാഹരണം, യെസ്റ്റർഡേ ഐ വാണ്ടഡ് ടു സബ്മിറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് അവര് വേഗം, പണ്ട് വിരലൊക്കെ വെച്ചിട്ട് ആയിരുന്നു തമ്പ് ഇംപ്രഷൻ. ഇപ്പൊ അവര് കണ്ണട എടുക്കാൻ പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ ഇതേമാതിരി നോക്കിയിട്ട് ആ കണ്ണിന്റെ ഇത് നോക്കി പിന്നെ 1 മിനിറ്റ് കൊണ്ട് ദാ സക്സസ്ഫുള്ളി ഐഡന്റിഫൈഡ് ആൻഡ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റഡ് എന്നും പറഞ്ഞ് വി ആർ ഹാപ്പി ടു നോട്ട് എന്നും പറഞ്ഞിട്ട് SMS വന്നു. മനസ്സിലായില്ലേ? എത്ര 1 മിനിറ്റ് കൊണ്ടാണ്. അപ്പോ അങ്ങനെയുള്ള നല്ല നല്ല സ്റ്റെപ്പ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്റ്റെപ്പ് പിന്നെ എടുക്കണം. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ ഇന്നലെ നവംബർ 1-ാം തീയതി കേരളത്തിലെ ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്പ് നോക്കിക്കോളൂ. നമ്മുടെ എല്ലാ ഈ റവന്യൂ റെക്കോർഡ്സും ഡിജിറ്റലൈസ് ചെയ്യാണ് കംപ്ലീറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് അറിയാം എവിടെയാണ് ഭൂമികൾ ആരുടെ എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് അവരത് വെച്ചിട്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് അവർക്ക് അറിയാൻ സാധിക്കുക എവിടെയാണ് ലാൻഡ് ഫ്രീ, അല്ലെങ്കിൽ ഈ ലാൻഡ് ആരുടെയാണ്, ഇതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നല്ല നല്ല പോളിസി ഡിസിഷൻ അത്യാവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെയും സ്റ്റേറ്റിന്റെ ഒക്കെ അഭിവൃദ്ധിക്ക്. നെക്സ്റ്റ്, അപ്പൊ ഇതിൽ പറഞ്ഞത് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മേജർ ഫീച്ചേഴ്സ് ഓഫ് പോളിസീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് ഇതിന്റെ ഇൻട്രോഡക്ടറി പാർട്ട്, അത് 1 by 1 ആയിട്ട് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ. The concept of sustainable development is based on the concept of development socio-economic. അല്ലേ? socio-economic, ജനങ്ങളുടെ സോഷ്യലായിട്ടും ദാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഇൻ ലൈൻ വിത്ത് എക്കോളജിക്കൽ, ഓക്കെ, എൻവയോൺമെന്റൽ ഇതും കൺസ്ട്രെയിൻസിന്റെ പല കാര്യങ്ങളിലൊക്കെ. അതേമാതിരി ദി കൺസെപ്റ്റ് ഓഫ് നീഡ് എന്താണെന്ന് അറിയാലോ, പറഞ്ഞില്ലേ ഞാൻ? വായു, വെള്ളം, ഭക്ഷണം, ഷെൽട്ടർ, അതൊക്കെ ഇല്ലേ? അതന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ്, അത് ക്വാളിറ്റി ഓഫ് ലൈഫ് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ പറഞ്ഞു തരാം. ക്വാളിറ്റി ലൈഫിൽ പിന്നീട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ക്വാളിറ്റി ഓഫ് ഇഫ് യു വാണ്ട് ഐ കൻ ടെൽ യു ജസ്റ്റ് നോ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. നോക്കൂ, ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നോക്കൂ, 1 മെറ്റീരിയൽ ലിവിങ് കണ്ടീഷൻ, അതായത് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ലൈഫ്. 2 ആരോഗ്യം. 3 പ്രൊട്ടക്റ്റീവ്, നമുക്ക് എംപ്ലോയ്മെന്റ് വേണ്ടേ? 4 വിദ്യാഭ്യാസം. 5 ലിഷർ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. എപ്പോഴും ജോലി ചെയ്താൽ പോരാ, റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. അതേമാതിരി നിങ്ങൾ സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ആരോട് സംസാരിക്കില്ല, ഒറ്റയ്ക്ക് ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കില്ല, വീട്ടിൽ വന്നു ഒരാളുടെ ഉറങ്ങി പിറ്റേ ദിവസം അങ്ങനെയല്ല. സോഷ്യൽ ഇന്ററാക്ഷൻ ഇസ് വെരി എസെൻഷ്യൽ. കാരണം വെൻ യു ആർ ഇൻ നീഡ് അതേഴ്സ് ഷുഡ് ഹെൽപ്പ് യു. അതേമാതിരി അവർക്കും അതേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷൻ, അതാണ് നമ്മള് വി ആർ ഹ്യൂമൻ അനിമൽസ്. അതായത് മനുഷ്യനായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. ഒരു ബ്ലഡ് വേണം വിചാരിക്കുക, ആരെ തരിക? ബ്ലഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? വേറെ ആളിൽ നിന്ന് കിട്ടുക. അതേമാതിരി ഇപ്പൊ ഓർഗാൻ ഡൊണേഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുക. നിങ്ങളെ ആരും അറിയില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുക? അപ്പോ ഇത് പിന്നെ എക്കണോമിക് ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി, സാമ്പത്തിക സ്ഥിതി, ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അതേമാതിരി ഫിസിക്കൽ സേഫ്റ്റി, അതിന്റെ സുരക്ഷിതത്വം. പിന്നെ നാച്ചുറൽ ആൻഡ് ലിവിങ് എൻവയോൺമെന്റ്, അത് പറഞ്ഞതാണല്ലോ, ലിവിങ് എൻവയോൺമെന്റ്. അപ്പോ അതൊന്ന്. പിന്നെ വാട്ട് ഈസ് മെൻ ബൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ലിവിങ്? quality of living. Quality of life is a highly subjective measure of happiness. നമുക്ക് സന്തോഷമായിട്ടുള്ള ലൈഫ്, ദാറ്റ് ഈസ് സന്തോഷമായ ലൈഫ് എന്ന് പറഞ്ഞ സാമ്പത്തികമായ ലൈഫ് അല്ല. ദേവി ഇത് മറക്കരുത്. പണം കൂടുതലുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കരുത്. പണം കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് വരുന്നത്. രാത്രി നമ്മുടെ ആരെങ്കിലും കള്ളന്മാർ കൊണ്ടുപോകുക, സ്വർണം കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആരും കട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ആരെയും കുത്തിക്കൊല്ലുക, ഇതൊക്കെ. അപ്പൊ പണമല്ല നമ്മളെ ശാശ്വതമായിട്ട് നമ്മുടെ ഹെൽത്ത്, സോഷ്യൽ ഇന്ററാക്ഷൻസ്, വിദ്യാഭ്യാസപരമായി, എംപ്ലോയ്മെന്റ് പരമായിട്ട്, നമ്മുടെ കുടുംബം, മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻസ്, എല്ലാവരോടും വളരെ ലിവിങ് ടുഗദർ, അതാണ് ഹാപ്പിനെസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എസെൻഷ്യൽ കോമ്പോണന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആൾസോ. അതായത് മണി സ്പെൻഡിങ്, അതായത് നമ്മളെ പൈസ ഉണ്ടെങ്കിൽ അത് സെക്യൂർഡ് ആയിട്ട് അത് വളരെയധികം യൂസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കണം, നാളേക്കും വേണ്ടിയിട്ട്.
കേട്ടോ. നമ്മുടെ കുട്ടികളോ ഇവർക്കൊക്കെ ഉണ്ടെങ്കിൽ പൈസ അതിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കണം. ഓക്കെ, ദാറ്റ് പ്ലേ ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു പേഴ്സണൽ പ്രിഫറൻസസ്. ജനങ്ങളുടെ ഓരോരോ ആവശ്യമുണ്ട്. ചിലർ ഇതാണ് വേണ്ടത്, ചിലർ അതാ വേണ്ടത്. ചിലർക്ക് സ്വർണം വേണം, എനിക്ക് വേണ്ട വെള്ളി മതി. ചിലർക്ക് കാർ വേണം, വേണ്ട എനിക്ക് മോട്ടോർ സൈക്കിൾ മതി. അത് ഓരോരുത്തരോരോ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോ അതിൽ ഹാപ്പിനെസ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോ വെരി പേഴ്സണൽ പ്രിഫറൻസസ്, ബട്ട് ദേ ഓഫൺ ഇൻക്ലൂഡ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണം. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പൈസ വേണം. പൈസയ്ക്ക് വേണ്ടി ജീവിക്കരുത് കേട്ടോ. ജീവിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അതേമാതിരി നമ്മുടെ കുടുംബത്തിന് അതിനുള്ള അത്യാവശ്യമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് നമുക്ക് എംപ്ലോയ്മെന്റ് ആവശ്യമാണ്. പിന്നെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സാറ്റിസ്ഫാക്ഷൻ. യു ഷുഡ് സാറ്റിസ്ഫൈ വിത്ത് വാട്ട് യു ഹാവ്. മറ്റുള്ളവരെ നോക്കരുത്. മറ്റുള്ളവർക്ക് ആനയുണ്ട്, അല്ലെങ്കിൽ 4 കാറുണ്ട്, എനിക്ക് സൈക്കിൾ പോലും ഇല്ല, നിരാശപ്പെടണ്ട. മനസ്സിലായോ? അതായത് നമുക്ക് ഉള്ളതുമാതിരി അതിൽ സംതൃപ്തി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് നല്ല ലെവലിൽ എത്തും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കണം. മനസ്സിലായോ? പിന്നെ സോ ഫൈനാൻഷ്യലി, പിന്നെ വേറൊന്ന്, എന്തുണ്ടോ നാളെ അത് ഉണ്ടാവണം എന്നില്ല ഓരോരുത്തർക്കേ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള പണ്ട് നമുക്കറിയാലോ, ഈ ടേക്ക് എക്സാമ്പിൾ ഓഫ് കേരള. പണ്ട് പല വലിയ എന്താ പറയണ്ടേ, കോട്ടകളും മറ്റേ എന്താ പറയണ്ട ഇല്ലങ്ങളും മറ്റേ നമ്മുടെ വലിയ തറവാടുകളൊക്കെ ഉണ്ടായിരുന്ന നാമാവിശേഷമായി ഇപ്പൊ ആരും ഭൂതബംഗ്ലാവ് മാരിയാണ്. ഇപ്പൊ ആരും ഇല്ല, ജനങ്ങളും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയാണ് ഇപ്പോൾ പലതും. അപ്പൊ ഇന്നുള്ളത് നാളെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അപ്പൊ ഇതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോ പിന്നെ വേറൊന്ന്, അതായത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹാപ്പിനെസ്. സോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അത് നാളേക്ക് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ ലൈഫും സെക്യൂർഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ നോക്കൂ. ഒരു കാര്യം, അതായത് ഈ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ജോലിന്റെ ഗവൺമെന്റ് ജോലി, അയ്യോ എനിക്ക് 2 കുട്ടികളുണ്ട് അവർക്കും ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ജനറേഷൻ ബൈ ജനറേഷൻ നമ്മൾ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യരുത്. നമ്മളെ അറിയിക്കുന്ന ശമ്പളം, ഗവൺമെന്റോ അല്ലെങ്കിൽ ആരാണ് എംപ്ലോയർ തരുന്ന ശമ്പളം, വേറെ വിധത്തിൽ കിട്ടുന്ന പൈസ, അതൊന്നും ശാശ്വതമല്ല. അതെല്ലാം ചില സമയത്ത് ഇല്ലാതാവും. കിട്ടുന്ന അർഹിക്കുന്ന പൈസ അതിന് ശാശ്വതമായിട്ടുള്ളത് ഉണ്ടാവും. ജനറേഷൻ നമുക്ക് 3-4 ഇതുണ്ട്, പ്രാരബ്ധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രാരബ്ധം നമ്മൾ അതുകൊണ്ട് പല ഒഫീഷ്യൽ ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് വളരെ സങ്കടപരമായിട്ട് അവസാനിക്കും. കാരണം എന്താ വെച്ചാൽ 58 വയസ്സ് വരെ 60 വരെ ജോലി ചെയ്താൽ ചില സമയത്ത് ടെർമിനൽ ബെനിഫിറ്റ് പോലും ചിലപ്പോൾ കിട്ടില്ല, ചാർജ് ഷീറ്റോ ഇതൊക്കെ വന്നിട്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജോലി. വർക്ക് ഹാർഡ്, ബി സിൻസിയർ ടുവേർഡ്സ് യുവർ എംപ്ലോയർ, ബി ലോയൽ ആൻഡ് ഡെഡിക്കേറ്റഡ്, സെൽഫ് ഡിസിപ്ലിൻഡ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. മറ്റുള്ളവർ എന്താ ചെയ്ത് നമുക്ക് നോക്കാൻ ആവശ്യമില്ല. ആൻഡ് ഡോണ്ട് മേക്ക് എ കമ്പാരിസൺ വിത്ത് നിങ്ങൾ മറ്റുള്ളവരും തമ്മിൽ കമ്പയർ ചെയ്ത്. നിങ്ങളാണ്. അതുകൊണ്ട് ഡോണ്ട് മേക്ക്. അതേമാതിരി നിങ്ങളുടെ കുട്ടികൾ മറ്റുള്ളവരുടെ കുട്ടികൾ തമ്മിൽ അവര് ഈ കുട്ടിക്ക് സബ്ജക്റ്റിൽ സയൻസിലാണ് സബ്ജക്റ്റ്, മറ്റുള്ളവർക്ക് മാത്സിലായിരിക്കും ഇത്, ആ കുട്ടി ഇതേമാതിരി വളരണം എന്ന് വിചാരിക്കരുത്. അത് അവരുടെ ഇഷ്ടത്തിൽ വിടുക കേട്ടോ. അത് ഓരോരുത്തർക്കും അത് മനുഷ്യൻ പല വിധത്തിലാണ്. അപ്പോ so the essence of concept of sustainable development is based on the balance between 3 pillars. 3 പില്ലറാണ്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ഒക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, ബഹുമാനം, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഈ റെസ്പെക്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. ഇന്ന് ചിലപ്പോ ഇല്ല. അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എൽഡേഴ്സിനെ കാണുമ്പോഴായും ശരി, ടീച്ചറെ കാണുമ്പോൾ, നമ്മുടെ അധ്യാപകരെ കാണുമ്പോഴും ശരി, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. മനസ്സിലായില്ലേ? മുതിർന്നവരായാലും. കാരണം എന്താ അറിയോ, അവര് ലോകം കുറെ കണ്ടവരാണ്. അവരിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ട്. അതേമാതിരി മാതാപിതാ, ഗുരു, ദൈവം, ഇവർക്കൊക്കെ നമ്മളെ റെസ്പെക്ട് കൊടുക്കുക. മറ്റുള്ളവർക്കും അത് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക. കാരണം അതാണ് മ്യൂച്വൽ റെസ്പെക്ട്. മറ്റുള്ളവരെയും വിശ്വസിക്കുക,
അവർ പറയുന്നതും എന്താണെന്ന് നോക്കുക, അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നോക്കരുത്. സോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, യെസ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റേറ്റിൽ ഓരോ കൾച്ചറാണ്, ഡൈവേഴ്സിറ്റി ഉണ്ട്. അതാണ് ഇന്ത്യയുടെ ബ്യൂട്ടി. എത്രയോ സ്റ്റേറ്റുകളുണ്ട്, എത്രയോ ഇതുണ്ട്. സോ ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് റിലീജിയൻ. അപ്പോൾ നമ്മുടെ അനവധി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറിയും കൂടി ആയതുകൊണ്ട് കൾച്ചർ വളരെയധികം ഡൈവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ കാസ്റ്റ്, നമ്മുടെ റിലീജിയൻ ആൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി നെസസറി. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ടത്, എല്ലാ റിലീജിയനും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർക്ക് ഏത് റിലീജിയൻ വേണമെച്ചാലും ആവാം, ഏത് കാസ്റ്റ് ആയിക്കോട്ടോ. നമ്മൾ കാസ്റ്റിലോ റിലീജിയനിലോ ഒരാളെ അറിയപ്പെടരുത്. റിലീജിയൻ ഏത് വേണമെച്ചാലും നിങ്ങളുടെ സൗകര്യം വരെ നിങ്ങൾ ചെയ്തോളൂ, എവിടെ വേണമെച്ചാലും ജോലി ചെയ്യുക, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ. പക്ഷെ നീ ആ കാസ്റ്റാണ്, ഞാൻ ഈ കാസ്റ്റാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. നീ അതാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇതാണ്, നിന്റെ മറ്റേ ഇതാണ്, ഞങ്ങളെക്കാട്ടിലും താഴെയാണ്, അങ്ങനെയൊന്നും പറയരുത്. അത് നിയമത്തിനെതിരാണ് കേട്ടോ. അതേമാതിരി ഹിന്ദു മുസ്ലിമിനെ, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക, റിലീജിയസ് അതും പാടില്ല. എല്ലാവർക്കും പള്ളിയാവാം, എന്താവാം, ഏത് ദൈവത്തിനെയും നമുക്ക് വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോ റേസ്, റിലീജിയൻ, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി നെസസറി ടു മെയിൻറ്റെയിൻ നാച്ചുറൽ, സോഷ്യൽ, ഹ്യൂമൻ ക്യാപിറ്റൽ. എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ? ഹ്യൂമൻ ക്യാപിറ്റൽ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് നമ്മുടെ ആളുകള്, നല്ല സമ്പന്നരായ ആളുകളാണ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും വലിയ അസറ്റ്. അല്ലാണ്ട് പണോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങോ റോ മെറ്റീരിയലോ അല്ല. ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും വലുത്. അത് രാജ്യത്തിന്റെയും അതേ പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ്. Complete sustainable development is achieved through balance between all these pillars. However, the required condition is not easy to achieve because in the process of achieving its goal, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. While a certain pillar of sustainable development become sustainable, others can become unsustainable. ചിലത് സസ്റ്റൈനബിൾ അല്ലാത്തുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എക്കോളജിക്കൽ, അത് നമ്മുടെ ഈ എൻവയറമെന്റൽ capacity of development. In other words, sustainable development can be interpreted in economic terms as development that lasts. എന്തും നിലനിൽക്കുന്ന ഡെവലപ്മെന്റ്. ഒരു അണക്കെട്ട് എന്ന് പറഞ്ഞാൽ 150 കൊല്ലം നിൽക്കുന്ന ഇത്, അല്ലാണ്ട് അണക്കെട്ട് 4 കൊല്ലം കൊണ്ട് അത് ഒഴിച്ചു പോകുന്നതല്ല. അതായത് അപ്പൊ നമ്മുടെ ബക്രാനങ്കൽ അണക്കെട്ട് നോക്കൂ, നമ്മുടെ പഞ്ചാബില്, അല്ലെങ്കിൽ ഓക്കെ, നങ്കൽ ആൻഡ് ബക്ര, 2 ഇത് ആണ്. അത് എങ്ങനെ 60 സ്ക്വയർ കിലോമീറ്റർ എന്താണ് സംതിങ് ആണ് വെള്ളം കെട്ടിക്കുന്നത്. അത് 4 സ്റ്റേറ്റ്. അത് എന്ന് വെച്ചാൽ അത്രയധികം, എത്ര കൊല്ലങ്ങളായി പണിതിട്ട്, അത്ര ഇന്നും വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നേരെ മറിച്ച് കേരളത്തിലെ മുല്ലപ്പെരിയാറൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതേമാതിരി മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, പക്ഷെ ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അത് എവർലാസ്റ്റിംഗ് ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ഇതായിരിക്കണം. അപ്പൊ നമ്മളൊക്കെ ചില സമയത്ത് ഓരോരോ പാലം കെട്ടുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടോ 15 ദിവസം കഴിഞ്ഞിട്ട് അത് ഒളിച്ചു പോകുന്നു അല്ലേ ചില സമയത്ത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബോംബെയിലൊക്കെ നമ്മുടെ വിക്ടോറിയ ടെർമിനസ് ഒക്കെ എത്ര സെഞ്ചുറി ആയി, ഒരു കുഴപ്പമില്ലല്ലോ, അതേമാതിരി നിലനിൽക്കുന്നു. നോക്കിയോ? അപ്പൊ അതാണ് നമ്മുടെ എന്നും നിലനിൽക്കാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞ ഇത്തരത്തിലുള്ള ഓരോരോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്. നൗ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, 3 പ്രൈമറി ഗോൾസ്. 1, മിനിമൈസ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നമുക്ക് ഉള്ള പ്രകൃതി തന്ന റിസോഴ്സസ് അത് നമ്മൾ കമ്മിയാക്കരുത്. വെള്ളം, വായു മലിനാക്കരുത്, ഫോറസ്റ്റ്, അനിമൽസ്, ബേർഡ്സ്, ഇതേമാതിരിയുള്ള ഓരോരോ ഗ്രീനറി, അതേമാതിരി നാച്ചുറൽ ഇത്, നമ്മുടെ വെള്ളം, സമുദ്രം, നദികള്, ഇതൊന്നും പൊല്യൂട്ടഡ് അല്ലാതെ കാത്ത് സംരക്ഷിക്കണം. അതാണ്. 2, create a development that can be maintained and sustained without causing further harm. അതാണ് നമ്മൾ പറയുന്നല്ലോ, ഉള്ളതില് നമ്മൾ ഫർദർ ഹാം ചെയ്യരുത്, നദികൾ പൊല്യൂട്ടഡ് ആക്കരുത്, അതേമാതിരി നദിയുടെ ഡയറക്ഷൻ മാറ്റരുത്, അത് ഒഴുകട്ടെ. അപ്പൊ നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യണറിയോ, നദിയുടെ തീരത്ത് ഓരോരോ ഫാക്ടറി സ്ഥാപിക്കണു, അതിന്റെ മാലിന്യങ്ങൾ നദിയിലേക്ക് വിടുന്നു. മറക്കരുത്, ആ വെള്ളമാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. പെരിയാർ റിവറിലത്തെ വെള്ളമാണ് കൊച്ചി നഗരത്തില് കുടിക്കുന്നത്, പ്യൂരിഫൈ ചെയ്തിട്ട്. ഹൈലി പൊല്യൂട്ടഡുമാണ് വെള്ളം. അപ്പോ
നമ്മൾ കഴിയണതും വെള്ളത്തിലേക്ക് അവിടേക്ക് കൊടുക്കുന്നതൊക്കെ ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് വേറെ കാര്യം. അപ്പൊ പലതും അതെ, നമ്മൾ എല്ലാ നദികളും പൊല്യൂട്ടഡ് ആണ്. വാട്ട് അബൌട്ട് ഗംഗ, വാട്ട് അബൌട്ട് യമുന, ഡൽഹി, എവറിത്തിങ് ഈസ് പൊല്യൂട്ടഡ് ആക്ച്വലി. അത് ഹാനികരമായിട്ട് പരിണമിക്കും ചില സമയത്ത്, ആരോഗ്യപരമായിട്ട് ആളുകൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക്. കാരണം എന്താ പറയുക, ഇതിന്റെ ഉള്ളിൽ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം. കാൺപൂർ, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കാൺപൂർ. കാൺപൂർ ഈസ് ഫേമസ് ഫോർ ലെതർ ഫാക്ടറി. ലെതറിൻ്റെതാണ് അത് വേസ്റ്റ് അതിന്റെ പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ. അതേമാതിരി ഇവിടെ ഉണ്ട് പല കാര്യങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല. അത് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കുടലെടുക്കും ശരീരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ. അത് നമ്മൾ നദിയിലേക്ക് എന്താ ചെയ്യുന്നത്, അടിയിൽ കൂടെ അങ്ങോട്ട് വിടുകയാണ് പൈപ്പ്. അപ്പോ അത്ര തെറ്റ് ചെയ്യരുത്. നമ്മുടെ വെള്ളം വളരെ 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 ഗോഡ് ഗിവൺ ഗിഫ്റ്റാണ്. അതുകൊണ്ട് അതെല്ലാം വളരെ ഡ്രിങ്കിങ്, ഇന്ന് സ്കേഴ്സിറ്റി എന്താണ് അറിയുക, പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രശ്നം. ആ വെള്ളം കുടിക്കുന്നുണ്ട്, എവിടുന്നോ വരുന്നത് എന്തോ കുടിക്കുന്നു നമ്മൾ, അത് ശരിയാണ്. പക്ഷേ 100% പ്യൂരിഫൈഡ് ആണത്? അതും കൂടി ആലോചിച്ചോളൂ. എനിവേ, സോ ക്രിയേറ്റ് എ ഡെവലപ്മെന്റ് ദാറ്റ് കൻ ബി മെയിൻറ്റെയിൻ സസ്റ്റൈൻ വിത്തൗട്ട് കോസ് ഫർദർ ഹാം ചെയ്യാൻ. ഫർദർ ഹാം പറഞ്ഞാൽ ഉള്ളതിനെ നമ്മളെ പൊല്യൂഷൻ നിമിത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നശീകരണ പ്രവർത്തനമോ യാതൊന്നും ചെയ്യാൻ പാടില്ല. നോക്കൂ, ചില പാറക്കല്ലുകൾ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം പൊട്ടിച്ച് നമ്മൾ കംപ്ലീറ്റ് അതാണ് ഭൂമിയെ തടഞ്ഞു നിർത്തണത്. അതിന്റെ ലാൻഡ് സ്ലൈഡിങ്ങും മറ്റേതൊക്കെ നിർത്തുന്ന അത് നിങ്ങൾ പിന്നെ പൊട്ടിച്ചെടുത്തു വിചാരിക്കുക, ഭൂമിയുടെ ബാലൻസ് പോലെ അതല്ല ലാൻഡ് സ്ലൈഡ് വരുന്നത്. മരങ്ങൾ വെട്ടി വിചാരിക്കുക, ഈ ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് ഈ മരങ്ങളുടെ വേരുകളൊക്കെയാണ്. അതൊക്കെയാണ് കാരണമായി തീരുന്നത് നാച്ചുറൽ കലാമിറ്റി. ഓക്കെ, സോ പ്രൊവൈഡ് മെത്തേഡ് ഫോർ റിട്രോഫിറ്റിംഗ്. ഓക്കെ, അതായത് നിലവിലുള്ളത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം. അതാണ് റിട്രോഫിറ്റിംഗ് പറഞ്ഞാൽ നിലവിലുള്ളത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനം. എക്സിസ്റ്റിംഗ് ഡെവലപ്മെന്റ് ടു ട്രാൻസ്ഫോം ദം ഇൻ ടു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. പിന്നെ global organizations such as UN, NGO and organizations and even government at the United Nations level are increasingly sponsoring efforts to ensure that the sustainable development goals are realized for every individual. എല്ലാവർക്കും അത് across the എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരുടെ ഡെവലപ്മെന്റും ഉണ്ട്, മനുഷ്യരുടെ ഡെവലപ്മെന്റും ഉണ്ടല്ലോ. Some other most important the sustainable development groups set by these bodies include എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കുക. ദാരിദ്ര്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇന്ന് രാവിലെ വന്ന ഒരു റിപ്പോർട്ടൊന്നും ഞാൻ വായിച്ചളയാം. കാരണം ചിലവർക്ക് ഇപ്പോ എന്താണ് ദാരിദ്ര്യം പറഞ്ഞ, ദൈവസഹായം കൊണ്ട് എല്ലാവരും പണക്കാരായിരിക്കാം, പക്ഷേ പട്ടിണി കിടന്നോണല്ലേ, പട്ടിണി കിടന്ന ആൾക്കല്ലേ പട്ടിണിയുടെ വാല്യൂ അറിയൂ. ഇതാ കേട്ടോളൂ. ഇന്ന് വന്ന ഒരു ചെറിയ റിപ്പോർട്ടാണ് ഒരു ചെറിയ രാജ്യത്തിന്റെ. അതായത് സൗത്ത് സുഡാൻ നിങ്ങൾ കിട്ടണമല്ലോ, സുഡാൻ. മില്യൺസ് അറ്റ് റിസ്ക് ഓഫ് ഹങ്കർ ഇൻ സൗത്ത് സുഡാൻ, സ്റ്റേറ്റ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. Now, almost 8 million people, 80 ലക്ഷം ആളുകള് in South Sudan, or 2/3 of entire population of the country of Sudan, are at the risk of hunger. ഭക്ഷണമില്ലാതെ കിടന്ന് ചക്രശ്വാസം മുട്ടുകയാണ് 80 ലക്ഷം. അതായത് 1/3 ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സുഡാൻ. അവര് അതായത് പട്ടിണി കിടന്നിട്ട്, അത് യുണൈറ്റഡ് നേഷൻസ് വാൺ ഇൻ എ റിപ്പോർട്ട് ഓൺ 3/11. ഇന്ന് എത്ര തീയതി? ഇന്ന്, അതായത് മിന്നാത്ത കാര്യം അത് പറയുന്നത്, ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ പത്രത്തിൽ തന്നെ പറഞ്ഞത്. വൺ ഓഫ് ദ വേൾഡ്സ് പൂറസ്റ്റ് നേഷൻ ആണ് സുഡാൻ. ഓക്കെ, നൗ അപ്പൊ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, South Sudan has spent more than half of its life as a nation. ആ നേഷൻ ഉടലെടുത്തിട്ട് പകുതി കൊല്ലം അത് യുദ്ധത്തിലായിരുന്നു, യുദ്ധം ചെയ്യായിരുന്നു ആ രാജ്യം ഉടലെടുത്തതിന് ശേഷം. അപ്പോ ഏകദേശം 5 ലക്ഷം, 4 ലക്ഷത്തിൽ മീതെ
5 ലക്ഷം ആളുകളെ ആൾറെഡി മരിച്ചു കഴിഞ്ഞു സിവിൽ വാറിൽ. അപ്പൊ അറിയാലോ, സിവിൽ വാർ ഉണ്ടായ എന്തായിരിക്കും അവിടെ? എന്തെങ്കിലും ബാക്കിയുണ്ടോ അവിടെ? അപ്പൊ പട്ടിണി ഇതൊക്കെയാണ്. അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. പല പേര് പറയണ്ടല്ലോ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ മാത്രം സേഫ് ഒന്നല്ല, നമ്മളവിടെ ഉണ്ട്. പക്ഷെ കുറേ നമ്മളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുക എന്നാണ് പറയാ. നമ്മുടെ രാജ്യത്തുണ്ട് പോവർട്ടി ആയിട്ട് എത്ര പേര്? 30% മീതിയുണ്ട്. മനസ്സിലായോ? യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് UP, certain part of Andhra Pradesh, certain part of Rajasthan, Maharashtra, East, ഇവിടൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പോ വാട്ടപ്പെട്ട് അട്ടപ്പാടി, വാട്ടപ്പെട്ട് നിലമ്പൂർ, ഇവിടൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. അപ്പൊ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് എല്ലായിടത്തും നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നല്ല അർത്ഥം. അപ്പോ ഇറാഡിക്കേഷൻ പോവർട്ടി, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരെയധികം നല്ല വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ അത് വളരെ നല്ല പ്രയോജനമാണ്. ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ റാങ്കിങ് മറ്റേതൊക്കെ ഉണ്ടല്ലോ, അത് അല്ല. നമ്മളെ രാഷ്ട്രീയം കളഞ്ഞ് നമ്മൾ നല്ലതായി പഠിച്ച് വിദ്യാഭ്യാസം വളരെ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുകയല്ല പ്രാധാന്യം. അത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, കഴിവുണ്ടോ എന്നും കൂടി നോക്കണം. അത് എംപ്ലോയ്മെന്റ് വൃത്തിയായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ കുട്ടികളോടും, അതായത് അനവധി കുട്ടികൾ പ്രൊജക്റ്റൊക്കെ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഡോണ്ട് ഡു എനിത്തിങ് വിത്ത് ആൻ അംബിഷൻ ദാറ്റ് എനിക്കാണ് ഡിഗ്രി കിട്ടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ ഡിഗ്രി കിട്ടിയിട്ട് നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം, ഇതിന് ആൻസർ പറയൂ. നിങ്ങളെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ നിങ്ങൾ പാസ്സായി വിചാരിക്കുക, HR ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചു, തിയറി പഠിച്ചു, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? യൂണിയനായിട്ട് നിങ്ങൾ എന്നെ വായോണ്ട് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യണ്ടേ? അതിനുള്ള കഴിവുണ്ടേ? എന്തായിരിക്കും സ്ഥിതി? കാരണം നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് പറയും. നമുക്ക് ട്രേഡിംഗ് യൂണിയൻ ആക്ട് അറിയണം, നമ്മളെല്ലാ ലോ അറിഞ്ഞിരിക്കണം. അപ്പോ അതിനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. പല പ്രൊജക്ട് പലരും ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ദയം കാണിക്കാതില്ല. നന്നായി ചെയ്താൽ മാത്രമേ അനുവദിക്കൂ. കാരണം എന്താ അറിയോ, ഇതിന്റെ അവർക്ക് പ്രയോജനം വരണം പിന്നീട്. കാരണം അവർ നാളെ ഒരു ജോലി കിട്ടുമ്പോൾ അവർക്ക്, ഇപ്പൊ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഞാനും പ്രിൻസിപ്പളായിരുന്നു കോളേജിന്റെ, കുറെ മനസ്സിലായില്ലേ, 16 കോളേജിലെ റീജിയണൽ ഹെഡൊക്കെ ആയിരുന്നു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ MBA പഠിച്ചു, MBA പഠിച്ച് പാസ്സായി വിചാരിക്കുക എല്ലാവരും. പക്ഷേ ആ MBA എന്ന് വെച്ചാൽ ലാസ്റ്റ് സെമിസ്റ്റർ ഒരു ഓൾറൗണ്ടറാണ്, എലക്റ്റീവ് സബ്ജക്റ്റും ഇതൊക്കെയാണ്. ആ പൊതുവേ എല്ലായിടത്തും നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യാനുള്ള കഴിവാണ് അവർ MBAയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, വേറെ മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, ഏത് സെക്ടറിൽ ഒരു MBA എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് വളരെ നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം. ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് വളരെ ആവശ്യം. യൂണിവേഴ്സിറ്റി ഇത് കുറെ സെറ്റപ്പ് ചെയ്താൽ പോരാ, അതിൽ ഫാക്കൽറ്റി വേണം, ലബോറട്ടറി വേണം. അതേ പ്രകാരം നമ്മൾ നല്ല ബുക്ക് ഫോർ റെഫറൻസ്, റിസർച്ച്, ഇന്റർനാഷണൽ ജേർണൽസ് ഒക്കെ വേണം. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാപ്പ് വരും. പ്രൊവിഷൻ ഓഫ് ക്ലീൻ വാട്ടർ പറഞ്ഞു, സാനിറ്റേഷൻ പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു, ഇൻഡസ്ട്രിയലൈസേഷൻ, പുരോഗതി പറഞ്ഞ ഇൻഡസ്ട്രി ഓരോരോ സ്റ്റേറ്റിൽ ഓരോന്ന്. ചിലയിടത്ത് കോട്ടൺ ആയിരിക്കും, ചിലയിടത്ത് ടെക്സ്റ്റൈൽസ് ആയിരിക്കും, വേറെ എവിടെയെങ്കിലും കോപ്പർ ആയിരിക്കും, ചിലയിടത്ത് സിങ്ക് ആയിരിക്കും, ചിലയിടത്ത് സ്റ്റീൽ ആയിരിക്കും, ചിലയിടത്ത് അങ്ങനെ പല ഓട്ടോമൊബൈൽ ആയിരിക്കും. അങ്ങനെ പലതും ഉണ്ട്. അപ്പോട്ടെ എവിടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ജനങ്ങൾക്ക് ജോലി കിട്ടുന്നു, അത് പൊല്യൂഷനൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. പ്രോഫിറ്റ് മാത്രം നേടിയ പോരാ, ആ പ്രോഫിറ്റ് ജനങ്ങൾക്കും എത്തണം. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ ഇൻക്യുബേഷൻ, പുതിയ സ്റ്റാർട്ടപ്സ്, പിന്നെ എനേബിളിംഗ് ആക്സസ് ടു അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, നമ്മുടെ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ പറഞ്ഞതാണ്. അച്ചീവിങ് ജെൻഡർ ഈക്വാലിറ്റി, അറിയാലോ, സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള ഈക്വാലിറ്റി. അത് പറഞ്ഞാൽ പോരാ, പ്രവർത്തനത്തിലൂടെ കാണിക്കണം. മനസ്സിലായോ? ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ആലോചിക്കൂ.
ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞിട്ട് എത്ര കാലമായി നമ്മൾ പറയുന്നു അല്ലേ? 75 കൊല്ലായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്ലേ? There was not even a single Supreme Court Chief Justice headed by a lady. ഇപ്പൊ ജഡ്ജസ് ഉണ്ടായിരുന്നു, ഫാത്തിമ ബീവി, അതേമാതിരി ചില ജഡ്ജസ് സുപ്രീം കോടതിയിലാണ്. ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇതുവരെ ഒരു ലേഡി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം, 2 കൊല്ലത്തിന് ശേഷം ഒരു മേഡം, ഇപ്പോഴത്തെ ജഡ്ജ് വെറും 1 മാസത്തിനോ 1.5 മാസത്തിനോ വേണ്ടിയോ എന്താ സംതിങ് 2 മാസം തോന്നുന്നു, മാക്സിമം 3 മാസം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴേക്ക് റിട്ടയർ ആവും. അത് 2 കൊല്ലത്തിന് ശേഷം. കാരണം ഇപ്പൊ വരുന്ന നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് നാളെ മറ്റന്നാളായിട്ട് ഒത്തെടുക്കണം. അയാൾ എടുത്ത അത് അയാൾ 2.5 കൊല്ലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് വരുന്നത്. അപ്പോ അത് കഴിഞ്ഞ് അല്ല, ഈ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞിട്ടും പിന്നെ ഒരാളിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ റിട്ടയർ ചെയ്യും പെട്ടെന്ന് ഏതാനും മാസം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ആ സ്ത്രീ വന്ന ശേഷം 2-3 മാസമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ജെൻഡർ ഈക്വിറ്റി പറഞ്ഞാൽ പോരാ, പ്രവർത്തനത്തിലൂടെയും കാണിക്കണം എല്ലാ വിധത്തിലുള്ള ആളുകളെ. ഇപ്പോൾ നമ്മുടെ വേറൊരു പ്രധാന ബാങ്കിങ്ങിലേക്കോട്ട് വേറെ എവിടെയെങ്കിലും നമ്മളെ എക്സിക്യൂട്ടീവ് ലെവലില് കമ്മിറ്റാണ് ആളുകളെ കാണുന്നത്. നമ്മുടെ ലേഡീസിന്റെ മിഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ മറ്റതൊക്കെ കുറച്ചേ കാണുന്നുള്ളൂ, പോരാ. They have to come forward and we have to take a lot of initiative to motivate them to shoulder higher responsibilities, and we have to extend all type of cooperation. എല്ലാവർക്കും സഹകരണം കൊടുത്ത് എല്ലാവരും വളരെ നല്ല ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ബിൽഡിംഗ് അപ്പ് സ്ട്രോങ് ഇതൊക്കെ പറഞ്ഞ, എനാബിളിംഗ് അഫോർഡബിൾ ക്ലീൻ എനർജി ഇതൊക്കെ പറഞ്ഞ ജെൻഡർ ഈക്വാലിറ്റി പറയുന്നതാണ്. ഇനി ലോങ് ടേം പ്ലാനിങ് വേണം, പ്രൈസിങ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, പബ്ലിക് ഗുഡ്സ് എല്ലാം ആവശ്യമായ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കോസ്റ്റും അതിന്റെ എഫക്റ്റീവ്നെസ് എന്തെങ്കിലും ചെയ്താൽ പോരാ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് റിട്ടേൺ കിട്ടുമോ, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും 4 കൊല്ലം പിന്നെ കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ. അത് ഓരോരോ പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം 4-5 കൊല്ലം പ്രോഫിറ്റ് ഉണ്ടാവില്ല. കാരണം ഒരു സ്ഥാപനം പണിയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, കാരണം അത് സോഷ്യൽ ഓബ്ലിഗേഷൻ ആണ്. പിന്നീട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുമോ. പക്ഷേ അതിന്റെ റേറ്റും മറ്റതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കുക, എൻവയോൺമെന്റൽ പോളിസി ഇന്റഗ്രേഷൻ, പ്രിക്കോഷൻ, ഇൻഫർമേഷൻ, ഇന്റർനെറ്റ്, പിന്നെ സഹകരണം നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് നമുക്ക് ഓരോരോ ഇറക്കുമതിയും നമ്മൾ കയറ്റുമതിയൊക്കെ ചെയ്യുന്നില്ല ഓരോ രാജ്യത്തേക്ക്. പിന്നെ ഓരോ രാജ്യങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളും കൊടുക്കുന്നു, അവർ നമുക്കും തരുന്നു. ട്രാൻസ്ഫർ, കാരണം ഇവിടെയുള്ളത് അവിടെ ഇല്ല, അവിടെയുള്ളത് ഇവിടെ ഇല്ല. മനസ്സിലായോ? സോ ട്രാൻസ്പെറൻസി, എല്ലാ കാര്യത്തിലും ട്രാൻസ്പെറൻസി. എന്ത് ചെയ്താലും സത്യസന്ധതയോടുകൂടി, ട്രാൻസ്പെറൻസിയോടുകൂടി, അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ ഉത്തരവാദിയാണോ, അതും കൂടി മനസ്സിലാക്കുക. രാഷ്ട്രീയ പ്രവർത്തകർ എടുക്കുന്നില്ല അക്കൗണ്ടബിലിറ്റി, പലവരും എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് പോരാ. എസ്പെഷ്യലി നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാലറി കിട്ടുന്ന വെച്ചാൽ അതിന് ഞാൻ പറഞ്ഞില്ലേ, ലോയലായിരിക്കണം, ഡെഡിക്കേഷൻ വേണം, ആൻഡ് മണി, ഈച്ച് പൈസ സ്പെൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഷുഡ് ബി accountable, or accountability should be there. Okay, towards policy innovation, strengthening public finance, public expenditure. നാട്ടുകാരുടെ പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്പെൻഡ് ചെയ്യരുത്. ക്രിയേഷൻ ന്യൂ ലീഗൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, നമ്മുടെ റിഫൈനിങ് മെഷേഴ്സ്, ഗ്ലോബൽ ഗവേണൻസ്, ഇതൊക്കെയാണ് നമ്മുടെ UNO, UNICEF, UNDP, ഇതൊക്കെ ഉണ്ടല്ലോ, WHO, WTO, ഇന്റർനാഷണൽ അറ്റോമിക് ഓർഗനൈസേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കണേ. നമ്മുടെ ഇന്ത്യ ഫോർച്ചുനേറ്റ്ലി വളരെ നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പേസ് പ്രോഗ്രാം, സയന്റിഫിക് ലോട്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട് രാജ്യത്തിന്. നമ്മുടെ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒക്കെ പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് ടാലന്റ് ഫോർ ദ കൺട്രി. ആൻഡ് നമ്മുടെ ISRO ആയിക്കോട്ടെ, DRDO ആയിക്കോട്ടെ, CSIR ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. വളരെ നല്ല ഇതിലാണ് നമ്മൾ പോകുന്നത്. വി ആർ വെരി ലക്കി ദാറ്റ് വി ആർ ഹാവിങ് ടെക്നോക്രാറ്റ്സ്, മാനേജ്മെന്റ് എക്സ്പേർട്സ്, ആൻഡ് ടെക്നോളജിക്കൽ എക്സ്പേർട്സും മാനേജ്മെന്റ് എക്സ്പേർട്സും എല്ലാം ഉണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ. സോ അപ്ഗ്രേഡിങ് ഹ്യൂമൻ സ്കിൽ പറഞ്ഞു, എംപ്ലോയ്മെന്റ് ക്രിയേഷൻ. അപ്പോ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ 5 ആൾക്ക് ഭക്ഷണം കഴിക്കാം. ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ഭാര്യ, 2 കുട്ടികൾ, അല്ലെങ്കിൽ ആരെങ്കിലും, അങ്ങനെ 5 പേർക്കെങ്കിലും ഭക്ഷണം കഴിക്കാം.
അപ്പോൾ അതുകൊണ്ട് എംപ്ലോയ്മെന്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ബട്ട് കൺട്രി ഈസ് ഫേസിങ് unemployment, yeah, because of heavy population and everything, and we are doing our level best, that is government of India, to fill up the vacancies and creation of many opportunities by asking many companies to invest in India in various parts of the country. പല സ്റ്റേറ്റിൽ നിക്ഷേപം അങ്ങനെ പലവർക്കും ജോലി കിട്ടുന്ന ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. ഓരോരോ സമ്മിറ്റും മറ്റുള്ളവരെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയിട്ട് പലതും ചെയ്യുന്നത്. അങ്ങനെ പോവർട്ടി റെഡിക്കേഷന് വേണ്ടിയിട്ട്, റെഡ്യൂസ് പോവർട്ടിക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റും സെൻട്രലും വളരെയധികം പദ്ധതികളുണ്ട്. സോ ലിബറലൈസേഷൻ developing countries led to higher labor productivity and manufacturing, but total employment, especially after COVID, വളരെ കമ്മിയാണ് ലോകാകമാനം ഗൾഫ് കൺട്രീസിലും. In many cases, labor moved from the labor ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക്. കാരണം ഓരോരോ മാനുഫാക്ചറിങ് പ്രോസസ്സ് മാറി, ഡിജിറ്റൽ അനലോഗിൽ നിന്ന് ഡിജിറ്റലായി, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അങ്ങനെ ഓരോന്ന് മാറി മറിഞ്ഞും കൊണ്ടുപോയി അപ്പോൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് അതൊക്കെ സ്ലൈറ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് ഗവൺമെന്റിന്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേറെവർ ഇറ്റ് പോസിബിൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് ഈസി ഡൂയിങ് ബിസിനസ്, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം, എല്ലാവർക്കും പെട്ടെന്ന് ജോലി എംപ്ലോയ്മെന്റ് ഇൻഡസ്ട്രി സ്ഥാപിക്കാനും അതേമാതിരി ഓരോരോ അപ്പൊ എന്തുണ്ട് എംപ്ലോയ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇൻ എസെൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് എ മീൻസ് ഫോർ ഇംപ്രൂവിങ് അവർ ക്വാളിറ്റി, അത് പറഞ്ഞു, ലൈഫ് ഞാൻ പറഞ്ഞു, ഇൻ എ വേ ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻ ഓവർ ടൈം. ഇറ്റ് ടീച്ചേഴ്സ് us to value that all contributes to our well-being. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ cannot be easy. അപ്പോൾ our job as citizen, scientist or നമുക്ക് മറക്കരുത്, എല്ലാം ആവശ്യമാണ്. നമുക്ക് സയന്റിസ്റ്റ് വേണം, എല്ലാം ടെക്നോക്രാറ്റ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും, കാർപ്പൻറ്റർ ആയിക്കോട്ടെ, വെൽഡർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, മുനിസിപ്പാലിറ്റി നമ്മുടെ വർക്കേഴ്സ് ആയിക്കോട്ടെ, അവരൊന്നും ഇല്ലെങ്കിൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സിറ്റി ക്ലീനിങ്, എവറിഥിങ്, എല്ലാ പ്രൊഫഷനിലും നമ്മുടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വലുത് അത് ചെറുത് അല്ല, എല്ലാ ജോബും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി മസ്റ്റ് ആൾസോ മേക്ക് ഡിസിഷൻ ദാറ്റ് കീപ്പ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. കാരണം അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ആണ് പല സമയത്തും വരിക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് ഹെവിലി ഇൻഫ്ലുവൻസ് ദ ഡിബേറ്റ് ഓൺ ഹൗ സയന്റിസ്റ്റ് ആൻഡ് ഗവൺമെന്റ്, അതെല്ലാം ബാക്കി സെർച്ച് ദിസ് യൂണിറ്റ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഏകദേശം ഞാനെല്ലാം അത് പറഞ്ഞു കഴിഞ്ഞു. യൂണിറ്റ് 12, റെക്കഗ്നിഷൻ ഓഫ് എക്കോളജിക്കൽ ലിമിറ്റ്സ് ഓഫ് ഈക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇനി ഞാൻ എക്കോളജി പറയുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. ഈ പ്രധാന 1 മണിക്കൂറാണ്, അതുകൊണ്ട് എനിക്ക് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അസാമാന്യമായ ഒരു ഇത് വേണം. അതിന് എളുപ്പമല്ല. അതുകൊണ്ട് കാരണം നിങ്ങളുടെ ഇത് വളരെ നല്ല ഇതാണ്, അത് കവർ ചെയ്യണം. നോക്കൂ, 1-2 കാര്യങ്ങൾ ഇതിലില്ലാത്ത, ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക. ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഞാൻ ഈ പൊല്യൂഷനെ പറ്റിയിട്ട് കുറെ പറയാറുണ്ട് അല്ലേ. വാട്ടർ പൊല്യൂഷൻ നിങ്ങൾക്കറിയാം, ഓരോരോ വാട്ടർ എന്ന് വരുന്ന പൊല്യൂഷനാണ്. അപ്പൊ പൊല്യൂഷൻ ഒന്ന് വാട്ടർ പൊല്യൂഷനാണ്, ഒന്ന് നോയ്സ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം. ഹോസ്പിറ്റലില് നോ ഹോൺ പ്ലീസ് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് പോകാൻ അടിച്ചിട്ട് നിങ്ങൾ അവിടെ പേഷ്യൻസിന് അസുഖം വരില്ലേ? അതേമാതിരി നമ്മുടെ ശബ്ദം കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരും ചില സമയത്ത് അല്ലേ. അതും എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ്. ഈ വെഹിക്കിൾസിന്റെ ഹോറർ അടിച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് ആകെപ്പാടെ ചെവി അടയും. അപ്പൊ അത് അതുകൊണ്ട് നോയ്സ് പൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ ഓരോരോ ട്രാഫിക് ജാമിൽ കംപ്ലീറ്റ് വെഹിക്കിൾ വന്നിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്റപ്റ്റീവ് ഭൂമി കുലുക്കത്തിന്റെ ജെർക്കിങ്, മനസ്സിലായില്ലേ? സിസ്മിക് വൈബ്രേഷൻ, ആ സമയത്തുള്ള വൈബ്രേഷൻ. അടുത്ത് ലൈറ്റ് പൊല്യൂഷൻ, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു നാഷണൽ ഹൈവേയിലെ ഒരു ജംഗ്ഷനില് നമ്മളത് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷനിൽ അപ്പുറത്ത് ലേസർ മറ്റേത് പല അഡ്വർടൈസ്മെന്റ്, അത് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ തട്ടും. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നലും കാണാൻ പറ്റില്ല, ഇത് സിഗ്നൽ പച്ചയാണോ ചോപ്പാണെന്ന് പോലും അറിയാൻ പറ്റില്ല. വളരെ ഡേഞ്ചറസ് ആണത്. ഈ ലൈറ്റ് ആവശ്യമില്ലാത്ത, അത് കണ്ടമായിട്ട് ഓവറായിട്ടുള്ള ബൾബും മറ്റേ ഇതും ട്യൂബ് ലൈറ്റും ഒക്കെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വിചാരിക്കുക. നമ്മുടെ ഈ ഓരോരോ ഇതിന്റെ എന്താ പറയണ്ടേ,
ഈ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സിന്റെ കടകളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അതിൽ മുഴുവൻ ട്യൂബ് ലൈറ്റും അതൊക്കെ ഓവർ ദ ലൈറ്റ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഇറിറ്റേഷൻ വരും, നമുക്ക് തലവേദന വരും. കാരണം ആവശ്യമില്ലാത്തതോടെ ഇത്രയധികം ലൈറ്റ് നമുക്കത് സംഭവിക്കും. കാരണം അതേമാതിരി പിന്നെ ഈ ട്രാഫിക് ജംഗ്ഷനിൽ നമ്മുടെ ഓരോ അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ കണ്ണിന് നമ്മൾ കളിക്കുന്നവരല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കണം. ബോംബെയിലെ മെനി ഇയേഴ്സ് ബാക്ക് ഒരു പൈലറ്റ്, അതായത് ലാൻഡ് ചെയ്യുമ്പോഴോ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ എന്താണ് സംഭവം, അതിൽ 96 മരിച്ചു. അയാൾ വിചാരിച്ചു സിഗ്നല് കൊടുത്തത് ഗ്രീൻ ആണെന്ന്, പക്ഷെ അത് റെഡ് ആയിരുന്നു. പക്ഷെ അയാളുടെ കണ്ണിന് ഈ ലൈറ്റിന്റെ പൊല്യൂഷൻ എന്താണ് സംഭവിച്ചത്, അത് അയാൾക്ക് ഗ്രീനായി തോന്നി. വേഗം ലാൻഡ് ചെയ്യുക എന്തോ ചെയ്തു, ടേക്ക് ഓഫ് ലാൻഡോ എന്തോ ചെയ്തു, അത് നേരെ പോയിട്ട് അറബിക്കടലിൽ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ വീണു. 5 മിനിറ്റ് കൊണ്ട് അറബിക്കടലിൻ്റെ ഉള്ളിൽ നേരെ പോയി, എല്ലാവരും മരിച്ചു. അതിനുശേഷമാണ് എല്ലാവരും ഈ പൈലറ്റിന്റെ മുഴുവൻ ഫ്രീക്വന്റ് ആയിട്ട് കണ്ണ് ടച്ച് ചെയ്യണം. എന്താ വെച്ചാൽ ചില സമയത്ത് ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് നമ്മൾ റെഡാന്ന് വിചാരിക്കും, ചിലപ്പോൾ അത് ഗ്രീനെ പറഞ്ഞാൽ റെഡ് ആയിരിക്കും ചില സമയത്ത്. അപ്പൊ ഐസൈറ്റ് വളരെ വളരെ ഇതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ലൈറ്റ്, ഈ കാണുന്ന ലൈറ്റ് ചില സമയത്ത് നമുക്ക് വളരെ ഇറിറ്റേഷൻ വരും. ചില സമയത്ത് ലൈറ്റ് കൂടുതലായ ഇറിറ്റേഷൻ വരും ചില സമയത്ത്. കാരണം നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോറൊക്കെ നോക്കിക്കോളൂ ചില സമയത്തേ. അപ്പൊ അനവധി ട്യൂബ് ലൈറ്റ് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് തലവേദന വരും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ലൈറ്റ് പൊല്യൂഷൻ. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ റോട്ടില് ഒരു ട്യൂബില് ഇതുണ്ട് വിചാരിക്കുക, എന്താണ് പറയാ, ഇലക്ട്രിക് പോസ്റ്റ് മിന്നിയിട്ട് ഒരു ട്യൂബ്, ഒരു ബൾബ്, എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ഇതേമാതിരി അപ്പൊ നിങ്ങൾക്ക് കണ്ണിന് ഇത് വരില്ലേ, ഇങ്ങനെ ചിബി, അത് രണ്ടാമത് അങ്ങനെ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ലൈറ്റിന്റെ ഒരു ഇൻട്രപ്ഷൻസ് കണ്ണിന് ഇത് വരും. അതെ, ചില സമയത്ത് അതെ. പിന്നെ അടുത്ത, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയാണ് എന്താ സ്ഥിതി, കണ്ണിന് ഇത് കുഴപ്പമില്ലേ? ഓക്കെ, നെക്സ്റ്റ് തെർമൽ പൊല്യൂഷൻ, കോള് അതെന്ന്. പിന്നെ റേഡിയോ എമിഷൻ, നിങ്ങളുടെ ഇന്ന് കേബിൾ ഇതൊക്കെ കംപ്ലീറ്റ് മൈക്രോ വേവ് ടവേഴ്സ് ഇതൊക്കെ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഒന്നും കൂടി ഞാൻ പറയട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ പല ആക്ടുകളുണ്ട്, അതിൽ ചെറിയ ആക്ടുകൾ കുറച്ച് മാത്രം പറയാം. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ഫോറസ്റ്റ് ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് അതൊരു ആക്ടാണ്. പബ്ലിക് ലയബിലിറ്റി ആക്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് അത് വരുന്നുണ്ട് ഇതില്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്, വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട്, നോയ്സ് പൊല്യൂഷൻ ആക്ട്, അങ്ങനെ പോകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആസ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എക്കോസിസ്റ്റം ഫേസ് ഡീഗ്രേഡ്, ചിലത് മൃഗങ്ങളില്ലാതാവുന്നു, പക്ഷികളില്ലാതാവുന്നു. ഇന്ന് ഞാൻ പേപ്പറിലുണ്ടായിരുന്നു, നമ്മുടെ മേഘാലയയിലോ അതോ നാഗാലാൻഡിലോ അറിയില്ല, പക്ഷികളുടെ സെൻസസ് എടുക്കുന്നു, എത്ര പക്ഷികളുണ്ടെന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ. അപ്പോ കാരണം ചില പക്ഷികൾ ഇല്ലാതെയാവുന്നു, ചില മൃഗങ്ങൾ ഇല്ലാതെയാവുന്നു. അപ്പോ അങ്ങനെ പല ഇതും നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നിലനിർത്തണം. നമ്മുടെ ഭൂമിക്ക് ഇതെല്ലാം ആവശ്യമാണ് കേട്ടോ. സോ അതാണ് എക്കോളജിക്കൽ ഗവേണൻസ്. ഓക്കെ, നൗ സച്ച് റീകൺസിലേഷൻ ഇൻവോൾവ്സ് എ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ് the engagement of governance, business and community. It also involves ethical transformation whereby healthy relation become a central principle of ecological justice. കുറെ പറഞ്ഞതാണ്, എവറിഥിങ് ഈസ് എല്ലാം ഇന്റർറിലേറ്റഡ് ആണ്. ആൻഡ് ദാറ്റ് എത്തിക് എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാം ethical action in the environmental sphere is central to equity at social level. Justice when viewed is an ecological. ഇപ്പൊ പ്രത്യേകിച്ച് കോടതിയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, എൻവയോൺമെന്റൽ മാറ്ററിൽ ഒരു വിധത്തിലുള്ള റിലാക്സേഷൻ കൊടുക്കുന്നില്ല. ഇൻക്ലൂഡ് ബോത്ത് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് റെസ്റ്റ് ഓൺ ഈക്വിറ്റി. സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞാൽ എല്ലാവരും ഒരേമാതിരി ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നിയമങ്ങൾ എല്ലാവർക്കും ബാധകം. ഓക്കെ, സോ റെക്കഗ്നൈസ് ദ വെർത്ത് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ എന്താണ് ജനങ്ങളെ വാല്യൂ ഓഫ് ദ പീപ്പിൾ ആൻഡ് റിക്വയർ ദാറ്റ് ഓൾ പീപ്പിൾ എൻജോയ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ഫുൾഫില്ലിംഗ് ലൈഫ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, ജെൻഡർ, നാഷണാലിറ്റി. എല്ലാ മതക്കാരും എല്ലാ രാജ്യക്കാരും ഒക്കെ എല്ലാവരും ഒരു ഡിഫറൻറ്റ് ഇതും കാണിക്കരുത് എന്നർത്ഥം.
സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് റൈറ്റ് ട്രൈബൽസ് ശ്രദ്ധിക്കുക, ഒരു മുൻഗണന നമ്മൾ കൊടുക്കുന്നില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പോരാന്ന പറഞ്ഞത്. ട്രൈബൽസിനെ നമ്മൾ നമ്മൾ സംരക്ഷിക്കണം. ചില ട്രൈബിലെ ആളുകളില്ലാതെ വരികയാണ്. എണ്ണാനുള്ളത് 40, 20, 10 ഇതേമാതിരിയുള്ള ഉണ്ട് ചില ട്രൈബ്സ്. അപ്പൊ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് വിച്ച് ഇൻക്ലൂഡ് അവർ കാട്ടിൽ ജീവിക്കുന്നവരാണ്. സോ അവരുടെ പ്രകൃതി അവർ കൊടുത്ത അതൊന്നും നമ്മൾ നശിപ്പിക്കരുത്. കാരണം അതേമാതിരി ആ ട്രൈബിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. പറച്ചിൽ മാത്രമേ ഉള്ളൂ. കുറെ നമ്മളെ ആക്ടുകളും അതും ഇതും ബോർഡും ട്രൈബൽ ബോർഡും മറ്റേ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ട് ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഇവർക്ക് ഇത് കൊടുക്കുന്ന റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, ശരിക്കും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ടോ അതും കൂടി ശ്രദ്ധിക്കണം. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ, വളർന്നു വരാൻ അനുവദിക്കുന്നുണ്ടോ മറ്റുള്ളവരോടൊപ്പം. അതേമാതിരി വിദ്യാഭ്യാസത്തിന് ഇത് കൊടുക്കുന്നുണ്ടോ, ഗവൺമെന്റിലെ ഓപ്പർച്യൂണിറ്റി ഹയർ ലെവലിൽ വരാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ടോ, UPSC അതേമാതിരി പല ഇതിലും അതേമാതിരി മുൻഗണന കൊടുക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് വേണ്ടത്. റെക്കഗ്നിഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എക്സിസ്റ്റ് ഓഫ് ഡെലിബറേറ്റ് ആൻഡ് ഡെമോക്രാറ്റിക് നമ്മുടെ ഡെമോക്രസി, അതിന്റെ പാർട്ടിസിപ്പേഷൻ കേപ്പബിലിറ്റി. എന്താണ് ഡെമോക്രസിയിൽ പറഞ്ഞത്? എവരിബഡി ഈസ് ഈക്വൽ. അപ്പോൾ അതിൽ SC STക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. SCക്ക് ഷെഡ്യൂൾ കാസ്റ്റ് 5%, ഷെഡ്യൂൾ ട്രൈബ് 5%, OBC അതേമാതിരി ഉണ്ട്. ഓർമ്മിക്കണേ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും, ചില സംസ്ഥാനങ്ങളിൽ ഷെഡ്യൂൾ ട്രൈബില്ല, ചില സംസ്ഥാനങ്ങളിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഇല്ല. ടേക്ക് ദി എക്സാമ്പിൾ പഞ്ചാബ്, അവിടെ ഷെഡ്യൂൾ ട്രൈബ് ഇല്ല, കാരണം മലയോരമില്ല, അവിടെ പ്ലെയിൻ ആണ്. അപ്പൊ ഷെഡ്യൂൾ കാസ്റ്റേ ഉള്ളൂ. നേരെ ത്രിപുര അതേമാതിരിയുള്ള ഏരിയ ചിലപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയില്ല, ഏതോ അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഷെഡ്യൂൾ കാസ്റ്റ്. അപ്പൊ ഇതൊക്കെ അങ്ങനെ ചിലതുണ്ട്. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. ബിൽഡിംഗ് ഓഫ് കേപ്പബിലിറ്റീസ് എമംഗ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആൻഡ് നോൺ ഹ്യൂമൻ, എല്ലാവരോടും കൂടി സഹകരണ മനോഭാവത്തോടു കൂടി എല്ലാവർക്കും ചെയ്യുക. പിന്നെ എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഈസ് പ്രൊഡ്യൂസ് ത്രൂ വേരിയസ് മെക്കാനിസം സച്ച് ആസ് ഗവൺമെന്റ് പ്ലാനിങ്. ഗവൺമെന്റിന്റെ പ്ലാനിങ് അത്യാവശ്യമാണ്. ഗവൺമെന്റിന്റെ പ്ലാനിങ് വളരെ വളരെ ആവശ്യമാണ്. ഗവൺമെന്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മളെ ആൻഡ് റെഗുലേഷൻ ആസ് വെൽ എ പ്രൈവറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് എക്സ്പ്ലോയ്റ്റ് സ്പെസിഫിക് ഏരിയസ് ആൻഡ് ലോക്കൽസ്. നോക്കൂ, ഞാൻ സ്പെസിഫിക് ഏരിയയുടെ ഒരു കാര്യം പറയട്ടെ. ഗവൺമെന്റ് എന്താ ഇവിടെ പറയുന്നത്? ഗവൺമെന്റ് പ്ലാനിങ് ആരും ഒരു കുറ്റമല്ല ഞാൻ പറയുന്നത്. എന്റെ ഫ്രീ ആയിട്ട് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണം കേട്ടോ, അല്ലാണ്ട് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇന്നലെ ഗുജറാത്ത് ഇലക്ഷൻ, നമ്മൾ നോട്ട് പൊളിറ്റിക്സ്, ആസ് എ ടീച്ചർ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഇൻഫർമേഷൻ. അവിടെ ഞാൻ ആരും എഗൻസ്റ്റും അല്ല, ഒന്നിനുമല്ല, ഒരു ഗവൺമെന്റിന്റെ ഒരാളുടെ അല്ല. ഞാനൊരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം പറയുന്നു. ദാറ്റ്സ് ഓൾ. ആരുടെ എഗൻസ്റ്റ് അല്ല കേട്ടോ. അതായത് അവിടെ ഇലക്ഷൻ 2 ഫേസ്, 2 phases. ഡിസംബർ 1 ഡിസംബർ 5 182 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പോട്ടെ. അപ്പോ ഡിസംബർ 1, ഡിസംബർ 5 ഇവിടെ പറയാൻ പോകുന്നതെന്ന് അറിയാം ഞാൻ. 89 സീറ്റ്, അത് കവറിങ് 19 ഡിസ്ട്രിക്ട് ഡിസംബർ 1 ഓക്കെ. മറ്റേത് അതായത് ഡിസ്ട്രിക്ട് ഇൻക്ലൂഡിങ് ഓക്കെ വിൽ വോട്ടർ ഇൻ ദ ഫസ്റ്റ് ഫേസ് വേർ. പിന്നെ മറ്റേത് ഈ ഇതിന്റെ റിമൈനിങ് ഞാൻ ആദ്യത്തെ ഞാൻ പറയുന്നത്, രണ്ടാമത്തെ അവിടെ ഇരിക്കട്ടെ. 89 സീറ്റ് 182 89 സീറ്റ്, അതായത് 19 ഡിസ്ട്രിക്റ്റിലുള്ളത്, അത് നടക്കുന്നത് ഫസ്റ്റ് ഫേസിലാണ് ഡിസംബർ 1. പിന്നെ ബാക്കിയുള്ളത് ഡിസംബർ 8. ടോട്ടൽ അവിടെ ഉള്ളത് 182 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷെ ഇവിടെ സംഭവം എന്താ അറിയാം, ഈ ഫസ്റ്റിൽ വരുന്നില്ലേ, അവിടെ വരുന്നത് മോർബി ഉണ്ട്. ആ മോർബി എന്ന സ്ഥലത്താണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പാലം തകർന്ന് ഇത് അവിടെ 140 ആൾ മരിച്ചിരുന്നു. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഇലക്ഷൻ അവിടെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ അത് കുറച്ചും കൂടി അങ്ങോട്ട് നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ ഈവൻ രണ്ടാമതും നമുക്ക് ചെയ്യാവുന്ന. കാരണം അവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നല്ലേ ആളുകൾ. ഒരു കുടുംബത്തിൽ നിന്ന് 14 ആൾ പോയി, മനസ്സിലായില്ലേ? അപ്പൊ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതാണ്.
പക്ഷെ അവിടെ എന്താ ചെയ്തത്, നമ്മുടെ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ആലോചിച്ചു, ജനങ്ങള് ഇപ്പോഴും പല ബോഡി എടുത്തിട്ടില്ല, ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടില്ല ചിലതോ. മനസ്സിലായില്ലേ? പുഴുകി പോവുക എന്താ ചെയ്തിട്ടുണ്ട് പലതും. എത്ര ആൾ ഭരിച്ചു എന്ന് ഒരാൾക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ പാലം ഇതില്ലേ കംപ്ലീറ്റ്. അപ്പോ അവിടെയാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. അത് ബാക്കിയൊന്നും ഞാൻ പറയില്ല, ഞാൻ ആരുടെയും കുറ്റമല്ല പറയുന്നത്. പക്ഷെ അവിടുത്തെ മുൻഗണന എന്താ? അവിടെ അവര് റീസെറ്റിൽ ചെയ്യുക, അവർക്ക് വീടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക, അതെന്തോ സാമ്പത്തികം 2 ലക്ഷം എന്തോ കൊടുത്തിട്ടുണ്ട്, അത് പോട്ടെ, 5 ലക്ഷം എന്തോ സംതിങ് കൊടുത്തു. അനവധി ആളുകൾ ഇഞ്ചേർഡ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെയാണ് ഇലക്ഷൻ ഡിക്ലെയർ. അപ്പോ ഗവൺമെന്റിന്റെ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ഇതും കൂടി നോക്കണം എന്ന് പറയാം. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ്. ഓക്കെ, ശരി, നന്നായി വരട്ടെ. ഇൻ ദി പ്രോസസ് ഓഫ് ദിസ് എക്സ്പ്ലോയിറ്റേഷൻ, ഞാനല്ലോ പറയണത്, നിങ്ങളുടെ കൺക്ലൂഷൻ ആണത്. ഇൻ ദി പ്രോസസ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ അത്, നിങ്ങളുടെ കൺക്ലൂഷൻ ആണത്. ദ റോൾ ഇവിടെ എല്ലാണ്ട് ട്രൈബ്സ്, ഇൻഡിജിനസ് പീപ്പിൾ എല്ലാവരും ഉണ്ട്. അവരെ സൈഡ് ലൈൻ ചെയ്യാതെ, കൺസേൺ ചെയ്യാതെ, അവരെ ഇഗ്നോർ ചെയ്യാതെ, നിങ്ങളുടെ പുസ്തകത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ദേ ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം മെയിൻ സ്ട്രീം ഡിസ്കോഴ്സ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. ദിസ് ഇൻവിസിബിലിറ്റി. ഒരു മിനിറ്റ്, ഈ പാലം എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം, അത് കൊടുത്തിട്ടില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇത് കോൺട്രാക്ട് കൊടുത്ത ആൾക്ക് ഉണ്ടല്ലോ, അയാൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതിന് മുമ്പേ ഇത് പാലം എൻവയോൺമെന്റൽ ഇത് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അതാണ് തകർന്നു പോയി. സോ ദിസ് ഇൻവിസിബിലിറ്റി ഫ്ലോസ് ഓൺ ലാർജ്. ആരെയും കുറ്റമില്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇതൊക്കെ ആവശ്യമാണ്, ക്ലിയറൻസ് ആവശ്യമാണ്. ദിസ് ഇൻവിസിബിലിറ്റി ഫ്ലോസ് in large part of general misinformation as well as lack of information about tribes. അപ്പൊ നമ്മുടെ ഓരോരോ ഇതിലും ട്രൈബ്സിന് വളരെയധികം നമ്മളെ അവർ ശ്രദ്ധ ചെലുത്തണം. കാരണം ഹോസ്പിറ്റൽസ്, അതേമാതിരി സ്കൂൾസ് ഒക്കെ അവർക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യണം. കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും ഇല്ല. അവിടെ ബിൽഡിംഗ് ഉണ്ടാവും, പക്ഷെ മരുന്ന് പോലും ഉണ്ടാവില്ല. അവിടെ എല്ലാം ഒരേ കളറുള്ള വെള്ളം, കുറച്ച് മരുന്ന് കൊടുക്കും. അതുകൊണ്ട് അവര് സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ഹ്യൂജ് എമൗണ്ട് ഈസ് ഇയർമാർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. ബട്ട് ആർ യു സ്പെൻഡിങ് ദ മണി പ്രോപ്പർലി ഓർ നോട്ട്? ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അതെല്ലാവരും കേട്ടോ, ഓരോ സ്റ്റേറ്റും. ആൻഡ് there is a tribal university in പാലക്കാട്, കേരള, ട്രൈബൽ യൂണിവേഴ്സിറ്റി. എന്തായില്ലേ? പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. എല്ലാവർക്കും അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഇത് കൊണ്ടുവരണം. അങ്ങനെ പെട്ടെന്ന് അതിൽ കുറെ ആളുകളൊന്നും വരില്ല. അവര് നന്നായി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം, അവരെ സംരക്ഷിക്കണം. അതേമാതിരി അവരുടെ ഹെൽത്ത്, അവർക്ക് ഭക്ഷണം, ന്യൂട്രീഷ്യസ് ഇത്. അതേമാതിരി കുട്ടികൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു പ്രസവത്തിന് ശേഷം. അപ്പൊ അവർക്ക് അതിനുള്ള ന്യൂട്രീഷ്യസ് ഇതായിട്ടുള്ള എല്ലാം ജനങ്ങളെ കൊടുക്കണം. അതേമാതിരി എന്തെങ്കിലും നിയമം, ഫ്രീ ലീഗൽ അസിസ്റ്റൻസ് ആൾസോ വി ടു ഗിവ്. മറക്കരുതേ. ഏതാനും 1-2 വർഷത്തിന് മുമ്പേ എവിടുന്നോ ഒരു ഭക്ഷണം മോഷ്ടിച്ചു പറഞ്ഞിട്ട് ഒരു ട്രൈബലിന് കൊല്ലുണ്ടായി, കൊല്ലുണ്ടായി. ഭക്ഷണം എവിടുന്നോ അല്പം പട്ടിണി കിടന്നിട്ട്. മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ TV ഓൺ ചെയ്ത സമയത്ത് അതെ ഒരു പയ്യൻ, കണ്ണൂര് തലശ്ശേരി, കാറിന്റെ അടുത്ത് എന്തോ അവിടെ നിന്ന് പയ്യൻ രാജസ്ഥാനിൽ നിന്ന് വന്നാണ്. ഒരാഴ്ച മുമ്പേ കാറിന്റെ അടുത്ത് നിന്നും ഒരാളുടെ കാറ് ടച്ച് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജസ്റ്റ് അവൻ നിന്ന്, കൊച്ചു പയ്യൻ, 6 വയസ്സുള്ള കൊച്ചു പയ്യൻ കാറിന്റെ അടുത്ത് അവൻ നിന്നു. അവൻ അറിയില്ല, ഈ കേരള അറിയില്ല. അവൻ രാജസ്ഥാനിൽ നിന്ന് വന്നാണ്. എന്തോ പാവങ്ങൾ മറ്റുള്ള ഇതിനെ കുറെ ജോലിക്ക് വേണ്ടി വരുമല്ലോ, അവരുടെ അച്ഛനമ്മയും വന്നാണ്. എന്താണ് ആ പയ്യൻ ആ കാറ് കണ്ടപ്പോ ഇങ്ങനെ കാറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. ഇതാ വരണം നമ്മുടെ കാറിന്റെ സീറ്റ് മുതലാളി തുറന്നു, ഇങ്ങോട്ട് വന്നു, ഒറ്റ ചവിട്ട്, ഇതാ വീണു, അവൻ വീണു. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ഈക്വിറ്റി ഒക്കെ എവിടെ പോയി? പണമുള്ളവനും പണം ഇല്ലാത്തവനും തമ്മിലുള്ള ഈക്വിറ്റി എവിടെ പോകുന്നു? ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പണമുള്ളവനും പണം ഇല്ലാത്തവനും നമ്മളത് കാണിക്കരുത്. സോ പ്രത്യേകിച്ച് ഈ സാധുക്കളായ മനുഷ്യര് നമ്മളെ മേപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ. സോ അക്കോർഡിംഗ് ടു 2011 സെൻസസ് നമ്മുടെ 104.2 മില്യൺ, വിച്ച് വാസ് 8.6% ഓഫ് ദ രാജ്യത്തിന്റെ, അതായത് 1.2 ബില്യൺ പോപ്പുലേഷൻ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇന്നലെ. 2024 ആവുമ്പോഴേക്ക് ഇന്ത്യ വിൽ ബീറ്റ് ചൈന ഇൻ ദ പോപ്പുലേഷൻ. ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി. ഇവൻ ഇന്നത്തെ പത്രത്തിലുണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളോട്. അത് 2024
2 കൊല്ലത്തിന് ശേഷം. അപ്പോ നോക്കിക്കോളൂ നമ്മുടെ ട്രൈബലിന്റെ പെർസെൻറ്റേജ് എത്ര ഇത് വായിച്ചോളൂ. അതായത് പീപ്പിൾ നമ്പേർഡ് 104 million, which was 8.6. It is the largest indigenous population in any country in the world, occupying 22% of India's geographic terrain. 22% ഇന്ത്യയുടെ മലകളിലും മറ്റ് ജിയോഗ്രാഫിക് ടെറൈനിലും ജീവിക്കുന്നത് അവരാണ്. സോ ദ ഏരിയ ദ ലിവ് ഇൻ ആർ ദ മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ്. ഒരു വിധത്തിലുള്ള റോഡ് സൗകര്യമോ ഒന്നുമില്ലാത്ത പാറക്കല്ലും അതേമാതിരിയുള്ള ഒരു വിധത്തിലുള്ള അവർ പ്ലാസ്റ്റിക് ഇതൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. വൈൽഡ് അനിമൽസ് ഉണ്ട്. അപ്പോ about 93% of them live in rural areas and depend on agriculture. തേന് ഇതേമാതിരിയുള്ള ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് ലൈവ്ലിഹുഡിന് ജീവിക്കാൻ വേണ്ടി. സോ എ ലാർജ് നമ്പർ ഓഫ് ട്രൈബൽ പീപ്പിൾ ലിവ് ഇൻ ഫോറസ്റ്റ്. കാട്ടിലാണ് ജീവിക്കുന്നത് ട്രൈബൽസ്. പിന്നെ ഗുഹയിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഉണ്ട്. സോ ദേ ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെയൊക്കെ അവര്, പക്ഷേ അവർ സംരക്ഷിക്കുന്നു കാടിനെ. അവരൊന്നും നശിപ്പിക്കുന്നില്ല കേട്ടോ. അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രൈബൽസ് അവര് കാണപ്പെട്ട ദൈവമാണ് കാട്. അതിൽ നിന്നാണ് അവർ കിട്ടുന്നത്. അവർ അതിൽ ഭക്ഷണം കഴിക്കുന്നത്. അതിൽ നിന്നാണ് ജീവിക്കുന്നത്. അവരൊരിക്കലും നശിപ്പിക്കുന്നില്ല കാടിനെ. നശിപ്പിക്കുന്നത് നമ്മളാണ് കേട്ടോ. പുതിയ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് മരങ്ങൾ വെട്ടലും ഒക്കെ. ഓക്കെ, സോ ദിസ് ട്രെൻഡ് ഹാസ് ബി റെസ്പോൺസിബിൾ ഫോർ ഡിസ്പ്ലേസിങ് ലാർജ് നമ്പർ ഓഫ് അപ്പൊ ഇത്തരത്തിലുള്ള ചില സമയത്ത് നമ്മളെ അവിടെ റിസർവോയർ മറ്റേ ഡാം കെട്ടല് അല്ലെങ്കിൽ അറ്റോമിക് പവർ പ്ലാന്റ് വരിക, മുഴുവൻ അവർ ആളുകളെ നമ്മൾ ഒഴിപ്പിക്കുന്നു. നമ്മുടെ നർമ്മദ റിവർ എത്ര ആളെ ഒഴിപ്പിച്ചു? അത് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, നോക്കട്ടെ. എ നമ്പർ ഓഫ് ഇന്ത്യൻ വൈൽഡ് ലൈഫ്. അത് മാത്രമല്ല അതിലുള്ള മൃഗങ്ങളോ. സോ വുഡ് ടൈഗർ റിസർച്ച് ആൻഡ് അവർക്ക് ഇതൊക്കെ അഫക്ട് ചെയ്യില്ലേ. പിന്നെ സോ സിഗ്നിഫിക്കന്റ് എക്സാമ്പിൾ ഓഫ് എൻവയോൺമെന്റൽ ഇൻജസ്റ്റിസ് ഇൻ ദ കൈൻഡ്. നോക്കൂ, നർമ്മദ വേദത്തിൽ പറയാണ്, സമയത്തിന്റെ പറഞ്ഞു. നർമ്മദ ഡാമില് 1979 പിന്നെ അവിടെ കുറെ ചെറിയ 30 മേജർ 135 മീഡിയം 3000 സ്മാൾ ഡാം പണിതു. അവിടെ അനവധി ആളുകളെ 2 ലക്ഷം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തു, മാറി താമസിപ്പിക്കാൻ പറഞ്ഞു. അതേമാതിരി പല ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവരോടൊക്കെ ഓരോന്ന് എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഇതൊക്കെ മാറി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ കൺസർവേഷൻ ഓഫ് പ്ലാൻ നമ്മൾ സിഗ്നിഫിക്കൻറ്റ്, നമ്മൾ പ്ലാന്റ് ഇതെല്ലാം നമ്മളെ കാത്തു സൂക്ഷിക്കണം. പിന്നെ വളരെ വിരളമായുള്ള ചില ഇതുണ്ട്, അതൊക്കെ ജീവികളും മറ്റേ ഇതൊക്കെ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേമാതിരി ഒഡീസയിലെ എന്താണ് കമ്മ്യൂണിറ്റി ലെഡ് ബ്ലാക്ക് ചില പക്ഷികള്, അതേമാതിരി ഇംഗ്ലീഷ് ബ്ലാക്ക് ഡക്സ്. ഇപ്പോൾ അവർ വളരെ എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ചിലത് കാണുന്നുണ്ട് റയറായിട്ട്. അതിന് കാത്തു സൂക്ഷിക്കുക. സോ കൺസർവേഷൻ ഈസ് വെരി എസെൻഷ്യൽ. ടൈഗർ അതിന്റെ പോപ്പുലേഷൻ കമ്മിയായിട്ട് വരിക. ആന അതിന്റെ പോപ്പുലേഷൻ കമ്മിയായിട്ട് വരികയാണ്. അപ്പോൾ ഹൗ പോളിസി മേക്കേഴ്സ്, അപ്പോൾ നമ്മുടെ പോളിസിയൊക്കെ ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ വൺസ് സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കണം ഇവരെ. ദ ബിക്കം ബാർഫുട്ട് ഓഫ് ബേസിക്. അവരൊക്കെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കണം. അവർ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകളല്ലേ, പൂവർ ലിവിങ് കണ്ടീഷൻ ആവരുത്. സോ ട്രൈബൽ പീപ്പിൾ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിസർവിങ് ആൻഡ് കൺസർവിങ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, എ ലോ കാർബൺ ഫുട് പ്രിന്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രൈബൽ പീപ്പിൾ. അതായത് പിന്നെ അവര് ഒരു പൊല്യൂഷനും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പൊല്യൂഷൻ അവരുടെ ഒന്നും ഇല്ലല്ലോ. ആകെ അവര് എന്താ പറയണ്ടേ, ചെറിയ വിധത്തിലാണ് ജീവിക്കുന്നത്. സോ ദേ ആർ ജനറലി എക്സ്ക്ലൂഡഡ് ഫ്രം സോഷ്യൽ. അവരെ ജനങ്ങളിൽ നിന്ന് വിട്ടാണ് താമസിക്കുന്നത്. സോഷ്യൽ, എക്കണോമിക് എല്ലാം രാഷ്ട്രീയപരമായിട്ട് ഒന്നും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് കൺസൾട്ടേഷൻ. ഒരു കൺസൾട്ടേഷനും ഇല്ല ട്രൈബലായിട്ട്. അപ്പോ മെക്കാനിസം ഇല്ല, പാർട്ടിസിപ്പേഷൻ ഇല്ല, ഡിസിഷൻ മേക്കിംഗ് ഇല്ല, ഒന്നുമില്ല. So public policy in many countries do not apply directed to a target to the needs of the community. അപ്പോ പല പോളിസീസും എല്ലാ കമ്മ്യൂണിറ്റിയും സെർവ് ചെയ്യുന്ന പോളിസി അല്ല. അപ്പൊ as a they have not been able to share the benefit of economic growth adequately. അപ്പൊ അതുകൊണ്ട് എന്താ വരുന്നറിയോ, ഈ ലോകത്തിൽ നമുക്ക് പല രാജ്യങ്ങളിലും കാണാം പലതും വികസിക്കാതെ അതേമാതിരി പല കമ്മ്യൂണിറ്റി ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നോക്കിക്കോളൂ, പാലസ്തീനിൽ നോക്കിക്കോളൂ, ഇപ്പൊ ഈ കൊങ്കോന്റെ പറഞ്ഞില്ലേ, സുഡാന്റെ പറഞ്ഞില്ലേ. അപ്പൊ അതെല്ലാം നമ്മളെ റെഡ്യൂസ് ചെയ്യണം. ഇൻഇക്വാലിറ്റി നമ്മളെ റെഡ്യൂസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഹൈ ടൈം ഗവൺമെന്റിന്റെ കൺസർവേഷൻ ബേസ്ഡ് ഓർഗനൈസേഷൻ ആൻഡ് ബിഗിൻ എക്നോളജിങ് ദ ക്രിട്ടിക്കൽ റോൾ പ്ലേഡ് ബൈ ദ ട്രൈബൽ പീപ്പിൾ. അവർ വളരെയധികം നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. പല സാധനങ്ങളും അവരുടെ ഫോറസ്റ്റ് ഒന്നും അവർ ചെയ്യുന്നുണ്ട്.
അവരെ കൺസർവേഷൻ, പ്രിസർവേഷൻ, അതേമാതിരി അവരുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം. അതേമാതിരി അവരെ അതേ നമ്മുടെ മുഖ്യധാര ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ റിസർവേഷൻ പോളിസി ഇതൊക്കെ നമ്മൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് their life should become proper. Thank you very much.